അൽഹംദുലില്ലാ നിങ്ങളെല്ലാവരും തമിഴിൽ കണ്ട പോലെ അങ്ങനെ വലിയൊരു ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചു. അപ്പോൾ ഞങ്ങൾ കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്നാണ് ഞങ്ങൾ ഉംറയ്ക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ എയർപോർട്ടിൽ ഏകദേശം 4-5 മണിക്കൂർ വെയിറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ചെക്കൗട്ട് തുടങ്ങി. അപ്പോൾ ഉള്ളിലോട്ട് പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങളെ കൊണ്ട് ഇത്രയും പേര് വന്നിട്ട് ട്രാവലറിലാണ് വന്നത്. അളിയനും ജുബി എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിലോട്ട് പ്രവേശിക്കണം. റിയാൻ്റെ അവിടെ എന്തോ ചെക്ക് ചെയ്തു. ഞാൻ ഉള്ളിലോട്ട് കയറി. അവൻ്റെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടോ തോന്നുന്നു. അപ്പോൾ അവർ നന്നായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്, അതുകൊണ്ട് എന്തൊക്കെ പ്രയാസങ്ങളുണ്ടാവുന്നൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾ കണക്ഷനാണ് പോകുന്നത്. ഏകദേശം ഞങ്ങൾ ഉള്ളിലെത്തി. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നേരെ ദമ്മാമെന്ന് ബൈ റോഡ് ബസ്സിൽ അങ്ങനെ മക്കത്തൊക്കെയാണ് ഞങ്ങൾ യാത്ര തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ദുബായിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണം. അപ്പോൾ ഞാൻ എയർപോർട്ടിൻ്റെ ഉള്ളിലെത്തി. ഞങ്ങൾ ഇവിടെ ലഗേജ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉമ്മ അതവിടെ ഉസ്താദ് എല്ലാവരും ഉണ്ട്. ഉസ്താദാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. റിച്ചു ഉണ്ട്. വിശദമായിട്ടുള്ള വിവരം ഞങ്ങൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. അവരിതാ പുറത്ത് ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പാവങ്ങൾ. ഞങ്ങൾക്ക് ബോഡി പാസ് കിട്ടിയിട്ട് അവർ പോവുള്ളൂ. ഞങ്ങൾ പുലർച്ചെ 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാട്ടോ. അതാണ് കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ ഉള്ളിൽ. ആദ്യമായിട്ടാണ് ഞാൻ ഫ്ലൈറ്റിൽ പോകുന്നതും അതൊരു ഇൻ്റർനാഷണൽ ട്രിപ്പും. ആദ്യമായിട്ടാണ് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പേ പോകുന്നത്. അത് അള്ളാഹിൻ്റെ അനുഗ്രഹത്തിൽ അതൊരു മക്കത്തൊക്കെ തന്നെ ആയതുകൊണ്ട് വലിയൊരു പുണ്യമാണ് ഞാൻ കരുതുന്നു. അപ്പോൾ ഇവരൊക്കെ ഓൾറെഡി ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ അവരെ നോക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ലഗേജ് എല്ലാം ഞങ്ങൾ ഒപ്പം കൊടുക്കുന്നത്. അപ്പോൾ ഒപ്പം സീറ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഉസ്താദിനോട് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കൊടുക്കാൻ. അങ്ങനെ ഞങ്ങൾ ക്യൂ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഒപ്പം കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഒരു ഫാമിലി തന്നെയാണ്. ഒരാൾ മാത്രം ചിലപ്പോൾ പുറത്താവും. അത് മിക്കവാറും ഞാൻ തന്നെ ആയിരിക്കും കേട്ടോ. റിച്ചു ഇങ്ങോട്ട് പോയോ? അതാ എൻ്റെ പെട്ടി അതാ പോകുന്നു. വിദൂരത്തിലേക്ക് എൻ്റെ പെട്ടി പോയി. ഞാനെത്തുമ്പോൾ മക്കത്ത് എൻ്റെ പെട്ടി എത്തുമെന്ന് തോന്നുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ലഗേജ് ഒരാളുടെ പേരിൽ തന്നെ ചെയ്തു. അപ്പോൾ എല്ലാം ഒപ്പം കിട്ടുകയും ചെയ്യും വിചാരിക്കണം. ഞങ്ങൾക്ക് വളരെ ലഗേജ് കുറവാണ്. അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും ബോർഡിംഗ് പാസ് എല്ലാം കിട്ടിയിട്ടോ. ഞാൻ വിചാരിച്ചത് എൻ്റെ ഫോട്ടോ എന്ന് വിചാരിച്ചിട്ടോ. നമുക്ക് വന്നില്ല. അപ്പോൾ ഇവരിനോടൊക്കെ ഞങ്ങൾ ടാറ്റ പറഞ്ഞ് ഇനി എമിഗ്രേഷന് പോകണം. ബോർഡിംഗ് പാസ് കിട്ടിയില്ല. ഞങ്ങൾ ഇവിടുന്ന് നേരെ ടിക്കറ്റിൻ്റെ കിട്ടിയുള്ളൂ കേട്ടോ. ഇനി മുകളിൽ എമിഗ്രേഷന് പോകണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവർ ഇവിടെ ഒന്ന് കൈ കാണിച്ചപ്പോൾ എല്ലാവരും കൂടി സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങളെ കൊണ്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് മുകളിലേക്ക് പോയാൽ മതി പറഞ്ഞു. ലഗേജിന് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ വിളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ പേര് മംഗലത്ത് സുലൈമാൻ എന്നാണ്. എൻ്റെ പേര് ഇതിൽ കാണില്ല കേട്ടോ. ഞാൻ ആദ്യം നോക്കി പോകുമ്പോൾ എൻ്റെ പേര് ഇവിടെ ഇല്ല. പോകുന്നു ഞാനും. അതങ്ങനെ മിക്കവാറും വരാം കേട്ടോ. എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മുകളിലാണ് കേട്ടോ. ഞങ്ങൾ മുകളിലോട്ട് ഇങ്ങനെ കയറി. ഇതൊന്നും അറിയില്ല. 3 മണിക്കൂർ മുന്നേ എന്തായാലും കയറണം. ആദ്യത്തെ ട്രിപ്പാണ്. അതെന്തായാലും ഉംറയ്ക്ക് തന്നെയാണ് കേട്ടോ. ഇവിടെ ഒരു മനോഹരമായ ഒരു തോണി കപ്പലൊക്കെ പോകുന്നത് വെച്ചിട്ടുണ്ട്. ഞങ്ങളെൻ്റെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞു കേട്ടോ. അവിടെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. ഒരു നല്ലൊരു മിനിയേച്ചറാണ്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പക്ഷേ റിയൽ പോലെ ഉണ്ട്. നമ്മളൊക്കെ കുഞ്ഞതാണെങ്കിൽ ഇത് ചെയ്യാൻ അടിപൊളിയാണ്. ഇതാടാ ഇതിൽ കൂടെ കയറടാ ചാപ്പി. ഞാനവനെ പറഞ്ഞ് പറ്റിച്ചോണ്ടിരിക്കുക. അവൻ എന്നെയും കാട്ടി വാലേ. നമ്മൾ അപ്പുറത്ത് കൂടെ വരുമ്പോ കണ്ടാണ് അത്ത. അങ്ങനെയല്ല ഞങ്ങളുടെ ഇമിഗ്രേഷൻ കഴിഞ്ഞാൽ അവിടെ ഇനി കുറച്ച് പേര് ഇമിഗ്രേഷൻ കഴിയാനുണ്ട് കേട്ടോ. ഇവര് ഞങ്ങൾ ഇരിക്കണതിന്റെ നേരെ താഴെ വന്ന് ഞങ്ങൾ വിളിച്ചാൽ നോക്കുമ്പോൾ ഇവരുണ്ട്. ഇവര് ഞങ്ങൾക്ക് കിട്ടി. ഇവര് പോകുന്നതല്ല പാവങ്ങൾ, കുട്ടികളെല്ലാവരും ഉണ്ട്. ഇവരിനെയും കൂടി കൊണ്ടുപോയി വളരെ മനോഹരമായിട്ടുണ്ട് ഞങ്ങളുടെ ഈ ട്രിപ്പ്. പക്ഷെ എന്താ സൗഭാഗ്യം, ഞങ്ങൾ എല്ലാവരും ഇനി നടത്ത് പോകും. ഇച്ചാപ്പി എന്തൊക്കെ കൊണ്ടാൻ വേണ്ടി ഉണ്ടാക്കിയിട്ട് വരും കേട്ടോ. ഇച്ചാപ്പി എല്ലാത്തിനും പോയിട്ട് പ്രൈസ് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനോട് ഞങ്ങൾ പ്രൈസ് എത്ര ചോദിക്കാൻ വേണ്ടി വിട്ടതാട്ടോ. ഞങ്ങൾ ആരും ഭക്ഷണമൊന്നും കഴിച്ചില്ല. അപ്പോൾ എല്ലാം ഹറിബറി ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വരുന്നവർക്കൊക്കെ അറിയാം, വരാത്ത എന്നെ പോലുള്ള കുറേ ആൾക്കാരുണ്ടാവും ഇതുവരെ എയർപോർട്ട് കാണാത്ത ആൾക്കാർ. എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് ഒരു പപ്സിൻ്റെ ഒക്കെ വില 200 രൂപയാണ്. അപ്പോൾ എല്ലാത്തിനും പ്രൈസ് ചോദിച്ചിട്ട് വരികയാണ് കേട്ടോ. എന്ത് പറഞ്ഞു? ഒരു പിസക്ക് 500 രൂപയാണ്. കാർഡുണ്ട് എൻ്റെ കാർഡിൽ കയറാൻ വേണ്ടി ഞാൻ നോക്കണം. പക്ഷേ എൻ്റെ ഒരു കാർഡുണ്ട്. പക്ഷേ എനിക്ക് മാത്രമേ അതിനുള്ളിലോട്ട് പ്രവേശിക്കാൻ പറ്റുള്ളൂ. 3 മണിക്കൂർ സമയമുണ്ട്. ഇത്രയും കാർഡ്സ് നമുക്കിവിടെ യൂസ് ചെയ്യാം കേട്ടോ. കുറേ ഇൻ്റർനാഷണൽ കാർഡ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാവരുടെയും ആക്സസ് ഉണ്ടാവുള്ളൂ.
ഞാൻ 3 കാർഡ് കൊണ്ടുവന്നു. അതിൽ ഒരു കാർഡ് മാത്രം ഇതിലെ ലോഞ്ച് ആക്സസ് ഉള്ളൂ കേട്ടോ. പിന്നെ ഇവരെല്ലാം പട്ടിണി കിടക്കുമ്പോൾ ഞാൻ മാത്രം എങ്ങനെ കഴിക്കാം, അതുകൊണ്ട് ഞാൻ കിട്ടില്ല. നിങ്ങളും കൂടി ഞാൻ പ്രൈസ് നേരത്തെ പറഞ്ഞപ്പോൾ നിങ്ങൾ ആരും വിശ്വസിച്ചില്ലല്ലോ. കണ്ടോ പപ്സിൻ്റെ വില നോക്കും, 190 രൂപയാണ് പപ്സിൻ്റെ വില. അപ്പോൾ ഞങ്ങൾ രാവിലെ നല്ല ടയേർഡായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഇനി കുറച്ച് വിശ്രമിക്കണം. അപ്പോൾ ഞങ്ങൾ കുറച്ച് മാറി വന്ന് ഇവിടെ കിടക്കാനുള്ള ഈ ഒരു സോഫയിൽ കിടക്കുക കേട്ടോ. എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ഫ്ലൈറ്റ് ഓക്കെ ആയി കഴിഞ്ഞാൽ അനൗൺസ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ നേരെ അതിനുള്ളിലോട്ട് പോകണം. അപ്പോൾ ഇതുള്ള വിശേഷങ്ങളൊക്കെ പതിയെ നിങ്ങൾക്ക് പറയാം. അങ്ങനെ ഞങ്ങളുടെ ഫ്ലൈറ്റ് അനൗൺസ് ചെയ്തു. എല്ലാവരും ബാഗേജൊക്കെ എടുത്ത് യാത്ര തിരിച്ചു. എല്ലാവരും അവിടെ ക്യൂ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്നാണ് ഞങ്ങളുടെ ഓപ്പൺ ആയിക്കുന്നത്. ഞങ്ങളുടെ പോലെ തന്നെ കുറേ ഉംറ ടീമുകൾ കുറേ ഇതുണ്ട് കേട്ടോ. ഞങ്ങൾ മാത്രം സെപ്പറേറ്റഡ് ആണ്. ഉസ്താദ് ആദ്യം പോയി, എൻ്റെ കഴിഞ്ഞു. ഇനി ബാക്കിൽ ഞങ്ങൾ പോണ ഇൻഡിഗോ ഫ്ലൈറ്റ്, 2 ഇൻഡിഗോ ഫ്ലൈറ്റ് ഉണ്ട് കേട്ടോ. അത് ഞങ്ങൾ ഏതിലാണ് കയറുന്നത് അറിയില്ല. ഇടതുവശവും വലതുവശവും ഉണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങോട്ടൊക്കെ വരുന്നത് കേട്ടോ. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഇല്ല പറയില്ല. പക്ഷേ നിങ്ങൾക്കത് തമാശയായി തോന്നാം. എന്തായി ഓക്കെ ആയില്ലേ? ഉമ്മ റിച്ചു എല്ലാവരും വരുന്നു. ഞങ്ങളുടെ എല്ലാവരും ഇവിടുത്തെ ചെക്കിങ് കഴിഞ്ഞു. ഇനി ഫ്ലൈറ്റിനുള്ളിലോട്ട് കയറണം. ഹായ് അത്താടെ ഉമ്മതാ വരുന്നുണ്ട്. ആദ്യത്തെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ഞങ്ങൾ പോയിക്കൊണ്ട് അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിനുള്ളിൽ കയറാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ് കേട്ടോ. നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. ചെറിയൊരു മഴയുണ്ട് പുറത്ത്. ഫ്ലൈറ്റുകളൊക്കെ വളരെ കുറവാണ് കേട്ടോ. ഇൻഡിഗോ ഫ്ലൈറ്റ് മാത്രമേ ഉള്ളൂ കൂടുതലായിട്ട്. അത് പിന്നെ നമ്മുടെ നാട്ടിലെ KSRTC പോലത്തെയാണ്, എപ്പോഴും ഉണ്ടാവും. ഇത്രയും പേരുണ്ട്. ഫ്ലൈറ്റ് എന്തായാലും ഹൗസ്ഫുള്ളാണ് തോന്നുന്നു. സീറ്റ് കിട്ടുമോ? ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഏട്ടാ അതിന് തുറന്നിട്ട് പോയിട്ട് അവിടെ കുറച്ച് ആൾക്കാരെ പുറത്താക്കിയിട്ട് അതിൽ കൂടെ എന്തോ കാരണം എന്നറിയില്ല. ലഗേജിൽ എന്തൊരു ഇഷ്യൂ ആണ്. ബോക്സ് ഉള്ളതിനെ പുറത്താക്കുകയാണ്. അത്തകറ് ചീത്ത അവരോട് അവർ ഞങ്ങളെ ചീത്ത പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ കണ്ട് പോയിട്ടോ. അതിന് ഞങ്ങളുടെ സീറ്റ് കണ്ടുപിടിക്കട്ടെ. അവിടെയൊക്കെ പുകയിനല്ല, അതൊക്കെ കത്തിപ്പിടിക്കുമോ? ആദ്യമായിട്ട് ഞങ്ങൾ വരുന്നത് പുകയിന് ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടോ. അതിന് ഏകദേശം ഫ്ലൈറ്റ് എടുക്കുക. ട്രാക്ടറൊക്കെ വണ്ടി ഓടി ഇതൊന്ന് കണ്ടമുട്ടാൻ പോകുന്നു തോന്നുന്നു കേട്ടോ അവിടെയൊക്കെ. അങ്ങനെ എല്ലാവരും സിറ്റിങ്ങായി. ഞങ്ങൾക്ക് 7 പേരായതുകൊണ്ട് അവർ 3 അപ്പുറത്ത് അതുപോലെ ഉണ്ട്. ഞാനിവിടെ ഒറ്റയുണ്ടോ. ഞാൻ സെൻറ്ററിൽ, ഞാൻ വേറെ ടീമുകളുടെ കൂടെയാണ്. ചേച്ചിമാരവിടെ എന്തൊക്കെയോ ആക്ഷനൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ വീഡിയോ കാണിക്കേണ്ടത്. ഇതൊക്കെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പുള്ള പരിപാടികളാണ്. എയർ ഹോസ്റ്റസിൻ്റെ ഇതാണ് ഇവർ പറയുന്നത്. മരിക്കാൻ പോകണേ എടുത്ത് തലയിലിടുക, എന്നിട്ട് പൊള്ളെറുക്കുക, എന്നിട്ട് വിസിലടിക്കാത്ത. ഇതിനൊക്കെ സമയം ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടില്ലേ? വീഡിയോ എടുക്കണ്ട പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല. ചേച്ചിക്ക് നാണായി ഞാൻ വീഡിയോ എടുത്തപ്പോൾ. അപ്പോൾ ഞങ്ങളുടെ വണ്ടി ഉരുളാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മന്ദം സുബ്ഹാനല്ലാഹ്. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യണം ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞങ്ങൾ എന്തായാലും ഇനി ടേക്ക് ഓഫ് കഴിഞ്ഞിട്ട്, ടേക്ക് ഓഫ് ഇല്ല പറയാം, അതന്നെ, അവിടെ ഇറങ്ങിയിട്ട് ഇനി കാണാം. ഞങ്ങൾ നേരെ ദമാമിലോട്ടാണ്. ദമാമിൽ ഇതുകൊണ്ട് അതിൻ്റെ അതൊക്കെ പൊന്തും താഴൊക്കെ ചെയ്യണം. നോക്ക്, ഫ്ലൈറ്റ് പൊന്തിയിട്ടോ. ഫ്ലൈറ്റ് പൊന്തി. ഞങ്ങളുടെ ബാക്കിൽ ഇവരൊക്കെ ഉണ്ട്. എല്ലാവരും നല്ല എക്സൈറ്റഡ് ആണ്. എല്ലാവരും നല്ല പേടിയൊക്കെ ഉണ്ട്. ബെൽറ്റൊക്കെ ഉണ്ട്. അത്തൊക്കെ ഉണ്ടാവും മസിലും പിടിച്ചിരിക്കുന്നത്. നല്ല പേടിയുണ്ട്. ആരും പുറത്ത് കാണിക്കുന്നില്ല. ഉമ്മയൊക്കെ ഒന്ന് കുറഞ്ഞ പോലെ ആക്ട് ചെയ്യണുണ്ടോ? വെച്ച് നോക്ക്. എൻ്റെ അപ്പുറത്ത് 2 ആൾക്കാർ വേറെ ഉണ്ട് കേട്ടോ. അങ്ങനെ മേലെത്തി ആകാശമൊക്കെ കാണാൻ, കാർമേഘങ്ങളൊക്കെ കാണാൻ തുടങ്ങിയിട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫ്ലൈറ്റിലൊക്കെ. പക്ഷേ ഇതൊരു സുഖമില്ലാത്ത ഫ്ലൈറ്റ് ഇട്ടാവില്ല. KSRTC ബസ്സിലിരിക്കുന്നവരുണ്ട്. സീറ്റൊന്നും കുഷ്യനില്ല. ഇനി ഞങ്ങൾക്ക് 4-4.5 മണിക്കൂർ ജേണി ഉണ്ട്. ഏകദേശം ഞങ്ങൾ സൗദി എത്താനായിട്ടാണ്. ആകാശവാണിയാണ് സൗദിയത്തെ ആകാശവാണി. ഞങ്ങളങ്ങനെ സൗദി അറേബ്യയിൽ ദമാം ലക്ഷ്യമിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഫ്ലൈറ്റ് ഏകദേശം ഇറങ്ങിക്കഴിഞ്ഞു. അൽഹംദുലില്ലാ. അങ്ങനെ വലിയൊരു യാത്ര ഞങ്ങളുടെ സഫലമായിരിക്കുകയാണ്. അങ്ങനെ ദമാം മണ്ണിൽ ഞങ്ങൾ കാല് കൂട്ടിയിരിക്കുകയാണ്. സൗദി അറേബ്യയിൽ ആദ്യം ഇറങ്ങി. ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പ് ഞങ്ങളുടെ. ഇവിടെ കുറേ എയർലൈൻസൊക്കെ, വേറെയും കുറേ എയർലൈൻസൊക്കെ ഉണ്ട് കേട്ടോ. ഇനി എന്തൊക്കെ ചെക്കിങ് ഉണ്ട് എന്താണെന്ന് അറിയില്ല. ഞങ്ങളുടെ ഉസ്താദ് ഇവിടെ തന്നെ ഇവിടെ വന്ന് ഫ്ലൈറ്റിൽ ഇറങ്ങും. ഇവിടെ നിങ്ങളുടെ യാത്ര എല്ലാവരും തിടുക്കം കൂട്ടി ഇറങ്ങാനുള്ള തിടുക്കത്തിലാണ്. ഞങ്ങൾക്ക് പിന്നെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഇവിടെ വെയിറ്റിംഗ് ഉണ്ട് കുറച്ച് നേരം.
ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കണക്ഷൻ ഒരു ടാക്സി എടുത്തിട്ട് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ബസ്സിൻ്റെ അടുത്തേക്ക് പോകണം. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ. ഇവിടെ കുറേ ഉണ്ട്. ഫ്ലൈ ദുബായ് അതാ ഒരു എയർലൈൻസ് നിൽക്കുന്നുണ്ട്, അപ്പുറത്ത് എയർലൈൻസ് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. സൗദിയിലെ ഏറ്റവും വലിയ എയർപോർട്ടാണെന്നാണ് തോന്നുന്നു കേട്ടോ ദമ്മാം എയർപോർട്ട്. എല്ലാം ഒരു കേട്ടറിവ് മാത്രമാണ് കേട്ടോ. ഞങ്ങളുടെ കൂടെ വന്ന എല്ലാ ക്രൂ മെമ്പേഴ്സും എല്ലാവരും പാസഞ്ചേഴ്സും എല്ലാവരും ഇറങ്ങിയിട്ടോ. വന്നപ്പോൾ തന്നെ നല്ലൊരു പച്ചപ്പ്. ആദ്യം പറഞ്ഞ് മരുഭൂമിയാണ്, പച്ചപ്പൊന്നും കാണാൻ പറ്റില്ല. ആദ്യം തന്നെ പച്ചപ്പ് കാണിക്കുക കേട്ടോ. ഞങ്ങളുടെ എമിഗ്രേഷൻ കഴിഞ്ഞ് ഞങ്ങൾ ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതിന് ഞങ്ങളുടെ ലഗേജ് കിട്ടി, ഇനി 1-2 ലഗേജ് കിട്ടാനുണ്ട്. അതിന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഈ പുറത്ത് ഞങ്ങൾക്ക് ഇറങ്ങണ വരെ എല്ലാവർക്കും ഞങ്ങളുടെ അടുത്തോട്ട് വരാം കേട്ടോ. എമിഗ്രേഷൻ്റെ അപ്പുറത്തേക്ക് മാത്രം വരാൻ പറ്റില്ല, ബാക്കി എല്ലാം. ഇതാണ് ദമ്മാം എയർപോർട്ട്. ഉസ്താദ് അവരൊക്കെ ഒരു സിം എടുക്കണം, അതിൻ്റെ അന്വേഷിച്ചൊക്കെ പോവുകയാണ്. പിന്നെ ഞങ്ങൾക്ക് ആർക്കും മൊബൈൽ കണക്ഷൻ ഒന്നുമില്ല, ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ യാതൊരു വഴിയുമില്ല. വൈഫൈ കാര്യങ്ങൾ എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ മാത്രമേ ഞങ്ങൾക്ക് വിളിക്കാൻ പറ്റുള്ളൂ. ഉസ്താദ് ഇവിടെ വന്ന് ഇറങ്ങും, ഉസ്താദ് നമുക്ക് വിളിക്കാൻ പറഞ്ഞു. ഞങ്ങളുടെ എല്ലാം കട്ടായി. പിന്നെ ഞങ്ങളുടെ വിളിക്കാൻ പറ്റുന്ന ആൾ ഞങ്ങൾക്ക് ഫുഡ് കൊണ്ട് തന്നു. ഞങ്ങളുടെ ടാക്സിത്തെ ഡ്രൈവർ നല്ല അടിപൊളി കേരള മീൽസാണ്, നല്ല രീതിയിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഫുള്ള് കഴിക്കുന്നില്ല, പകുതി ഞങ്ങൾ എടുത്തു വെച്ച് പിന്നീട് ഞങ്ങൾക്ക് ട്രാവലിലേക്ക് കഴിക്കാമെന്നൊക്കെ വിചാരിക്കും. നല്ല പപ്പടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തിറങ്ങി. ഞങ്ങൾ ഇത്ര നേരം 3-4 മണിക്കൂർ ഇവിടെ നിൽക്കുന്നത്, ഇതുവരെ പുറത്തിറങ്ങിയില്ല കേട്ടോ. പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ അല്ലാ ഒരു ചൂട് പറയുക. ചൂട് പറഞ്ഞാലും പോരാ, അസാധ്യ ചൂട്. വല്ല നമ്മളൊക്കെ ബിരിയാണി ചെമ്പിൻ്റെ അടുത്ത് നിൽക്കണ എങ്ങനെയുണ്ടോ അതേ ഫീലാണ് ഉണ്ടാവുന്നത് ഞങ്ങൾക്ക്. അത്ര മാത്രം ചൂട് കേട്ടോ. ഇവിടെ ഫുള്ളി പച്ചക്ക ടാക്സി കേട്ടോ. ടാക്സിയാണ്. ഞങ്ങളുടെ വണ്ടി പാർക്കിങ്ങിലാണ് പറഞ്ഞത്. അപ്പോൾ പാർക്കിങ്ങിലോട്ട് പോകണം. വേഗം ഞങ്ങൾ പാർക്കിങ്ങിലോട്ട് പോയി വണ്ടി കയറട്ടെ. ഞങ്ങൾക്കിത് എന്തായാലും ഈ ചൂട് പെട്ടെന്ന് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. എത്ര നേരം കാറുകളാണ് നോക്ക്, തല മുട്ടുമോ. നല്ല പാർക്കിംഗ് ഉണ്ട്, പാർക്കിംഗ് നല്ല പൈസയെന്ന് പറഞ്ഞിട്ടോ ഈ കാക്ക. ഞങ്ങളത് ഈ 2 വണ്ടിയിലാണ്, ഒരു ഇന്നോവയും ആ കാണുന്ന വണ്ടിയിലാണ് ഞങ്ങൾ. അപ്പോൾ ഞാൻ ഇന്നോവയിൽ കയറിയിട്ടോ. ഇത് നമ്മുടെ ഉസ്താദല്ല, ഇത് ഡ്രൈവറാട്ടോ. നിങ്ങൾ വിചാരിക്കുന്നത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവായി, ഇനി മുതൽ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ഇല്ല. ഇവിടെ പാസ്സാണ്, ഇവിടെ പേ ചെയ്യണം. അവർ QR കോഡ് സ്കാൻ ചെയ്ത് പേ ചെയ്തിട്ട്. ഞങ്ങളുടെ വണ്ടി വളരെ ലേറ്റായി, അതുകൊണ്ട് ഞങ്ങൾക്ക് വേഗം എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഏകദേശം 4 മണി ദമാമിലൊരു സ്ഥലത്ത് അഭയല്ല ഏതൊരു സ്ഥലത്ത് എത്തണം. അവിടെ ഞങ്ങളുടെ വണ്ടി പമ്പിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കിയൻ്റെ വണ്ടിയുണ്ട് നോക്ക്. ഇനി ഇഷ്ടംപോലെ വണ്ടികളുടെ ചാകരയ്ക്ക് ഇനി ഒരുപാട് വണ്ടികളും യാത്രകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഫുള്ള് ഈത്തപ്പന. ഇതെല്ലാം എയർപോർട്ടാണ് കേട്ടോ. എയർപോർട്ട് ഇനിയും കഴിഞ്ഞിട്ടില്ല. എയർപോർട്ട് നല്ല ലെങ്ത് ഉണ്ട്, നമ്മുടെ പഞ്ചായത്തിനെ കാട്ടി വലിപ്പമുണ്ട്. എല്ലാവരും വീഡിയോ ഒക്കെ എടുക്കുന്ന തിരക്കാണ്. എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇനി ഇവിടെ നിന്ന് എടുക്കാൻ നിന്ന് അതിന് തന്നെ നേരം ഉണ്ടാവുള്ളൂ. ഉസ്താദുണ്ട്, ഉസ്താദാണ് ഞങ്ങളുടെ അമീർ കേട്ടോ. ഉസ്താദ് ശരിക്കും ഞങ്ങളുടെ പാലക്കാട്ടുകാരനാണ്. ഇവിടെ ഉംറ പാക്കേജൊക്കെ ചെയ്യണം. അപ്പോൾ ഞങ്ങളിവിടെ ഇറങ്ങി. ഞങ്ങൾ ഈ പോണ ബസ്സിലാണ് പോകുന്നത് കേട്ടോ. ഈ ബസ് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്ട് ഒരുപാട് സമയമായി. ഞങ്ങളിവിടെ നിസ്കരിച്ച് പിടിക്കേണ്ട സമയമായി. അങ്ങനെ ഈ പാർക്കിംഗ് ഈ ഒരു പമ്പിൽ കൊണ്ട് നിർത്തിക്കണം. നല്ല രീതിയിൽ ചൂടുണ്ട്. മക്കിയൂൻ പറഞ്ഞ ഈ ട്രാവൽസിലാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ഇത് ഇവിടെ ദമ്മാം വന്ന് എല്ലാ ദിവസവും എല്ലാ വ്യാഴാഴ്ച ഇവിടെ നിന്ന് മക്കത്ത് കൊണ്ടുപോകണം. അപ്പോൾ ഞങ്ങളുടെ അമീറാണ് അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഉസ്താദാണ്. ഈ ഉസ്താദിൻ്റെ ബാച്ചാണ് ഇത്രയും കാണുന്ന മലയാളീസാണ്. ഫുള്ള് മലയാളീസാണ്. 1-2 ആൾക്കാർ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള നാഷണൽക്കാർ. എല്ലാവരും ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, ഫാമിലിയാണ്. ഇവരെല്ലാം ദമ്മാമെന്ന് ഉംറയ്ക്ക് വേണ്ടി ഒരു 1 ഡേ ട്രിപ്പ് പോകണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പമ്പിൽ നിർത്തി ഇശാസ്കരിക്കണം, ഭക്ഷണം കഴിക്കണം. ഞങ്ങൾക്ക് ഏകദേശം 1300 കിലോമീറ്റർ ഞങ്ങൾക്ക് യാത്ര ചെയ്യാനുണ്ട്. ഏകദേശം ഇന്നലെ ഞങ്ങൾ രാവിലെ 4 മണിക്ക് കയറി ബസ്സിൽ, ഇനി പുലർച്ചെ 10 മണിക്കാണ് ഞങ്ങൾ മക്കത്തെത്തുള്ളൂ കേട്ടോ. ഈ ഒരു പമ്പിൻ്റെ വലിപ്പം നോക്ക്, ഒരു പഞ്ചായത്തിൻ്റെ വലിപ്പം തന്നെ ഉണ്ട്. ഇവിടെ കിട്ടാത്ത സാധനങ്ങളും ഇല്ല. പമ്പാണ്, ഇതൊരു മരുഭൂമിൻ്റെ ഇടയിലൊരു പമ്പാണ്. അതിനിടയിൽ ഞാൻ കണ്ടതാണ് കേട്ടോ. ഇത് വളരെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ എന്താണ് ഇത് തേച്ചിട്ട് ഉദ്ദേശം എനിക്ക് മനസ്സിലായി. എനിക്ക് ചൂട് കുറയ്ക്കാനാവും. ഇവിടെ ഒരു വണ്ടി പോലും ഓഫ് ചെയ്യില്ല. രാത്രിയായി പോലും നല്ല രീതിയിൽ ചൂടാണ്. അന്നേരം വണ്ടികളും AC ഇങ്ങനെ വർക്കിംഗ് ആവുന്നതുകൊണ്ട് നല്ല രീതിയിൽ ആവിക്കാറ്റാട്ടോ. ഈ ഒരു സമയത്ത് ജൂലൈ മാസം നമ്മുടെ റിക്കവറി പോകണം കേട്ടോ. നമ്മളിന്ന് സൗദിയിലും റിക്കവറി ഒക്കെ തുടങ്ങേണ്ടി വരും. അതാ പോകണം. ഓറഞ്ച് വന്ന ഒരു പമ്പിലാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ.
വളരെ വലിയ പമ്പാണ്. ഇപ്പോൾ പുറത്തിറങ്ങിയുള്ളൂ കേട്ടോ. നല്ല രീതിയിൽ തിരക്ക് കാര്യങ്ങളുണ്ട്. നല്ല വലിയ ട്രാഫിക് ആയിരുന്നു. റിയാദ് ടൗണാണ് ഇപ്പോൾ ഞങ്ങൾ. ഇനി നേരെ രാവിലെ അബഹയില അല്ല, നാളെ രാവിലെ എവിടെ സ്ഥലത്തിൻ്റെ പേര് മറന്നല്ല പല്ല മീക്കാത്തിൽ ഞങ്ങൾക്ക് അവിടെയാണ്. തായിഫിലാണ് മീക്കാത്ത് കേട്ടോ. തായിഫിലാണ് ഇനി നിർത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് കഴിച്ചിട്ട് നേരെ ഇനി തായിഫിലോട്ട് പോട്ടെ കേട്ടോ. ഫുള്ള് ജേണിയാണ്, പക്ഷെ എല്ലാം കാണാം. പക്ഷെ ഇരുന്നാലും ഭയങ്കര ട്രാവലിങ്ങാണ്. അപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോട്ടെ കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ ഇപ്പോൾ മന്തി അങ്ങനത്തെ ഐറ്റംസും ഷവായി ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഇവിടെ പ്രത്യേകത, ഇവിടെ പ്ലേറ്റ് തരില്ല, ഈ ഒരു കവർ തരും. ഈ കവറിൽ അങ്ങോട്ട് കൊട്ടും, എന്നിട്ട് തിന്നുക. അതാണ് ഇവിടെ പ്രത്യേകത. ഞങ്ങളുടെ അമീറാണ് ബാക്കിൽ ഇരുന്ന് തിന്നുന്നത്. അവർക്കൊക്കെ ഫ്രീ ആണ് കേട്ടോ. ഈ ബസ്സിൽ വരുന്ന അമീർ, ബസ് ഡ്രൈവർ, കണ്ടക്ടർ ഇവർക്കൊക്കെ ഫ്രീ ആണ്. വേറെ ഒന്നുമില്ല, മറ്റപ്പം മന്തി മാത്രമേ ഉള്ളൂ. ഷവായി ഞങ്ങളിവിടെ നോക്കുമ്പോൾ ഇവിടെ കുറേ ജ്യൂസൊക്കെ നമ്മുടെ അതേ 7up, മിറണ്ട അതൊക്കെ കിട്ടും. പിന്നെ കേട് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. വേറെ അമ്മ ചിക്കൻ കഴിക്കില്ല, ചിക്കൻ മാത്രമേ ഉള്ളൂ. കുനാഫ അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പെപ്സി ഉണ്ട്, കുനാഫ ലൈവ്. ഞങ്ങൾ ലൈറ്റാണ്, ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയില്ല. ഞങ്ങളുടെ കൂടെ വന്നവരൊക്കെ കഴിച്ച് എണീച്ച് പോയി, ഞങ്ങൾക്ക് മാത്രം കിട്ടിയില്ല. ഞങ്ങളുടെ അമ്മയോടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് മന്തി. നാട്ടിലത്തെ ഇവിടുത്തെ 50 റിയാൽ, നാട്ടിലത്തെ 1500 രൂപ. ആകെ ഹാഫിൻ്റെ വലിപ്പം പോലും നാട്ടിലത്തില്ല, ഫുള്ളാണിത്. കാര്യമില്ല. അങ്ങനെ ഞങ്ങൾ ബസ്സിലെത്തി. ഇനി അടുത്ത് എവിടെയെങ്കിലും നിർത്തുമ്പോൾ ഇനി സുബൈക്ക് നിർത്തുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞങ്ങൾ സുബൈ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എവിടെ സ്ഥലം എന്താ പറഞ്ഞാൽ അതിനൊന്നും പറഞ്ഞാൽ അത് പറഞ്ഞില്ല അല്ലേ. സുബൈ നിസ്കരിക്കാൻ വേണ്ടി നിർത്തിക്കട്ടെ. ഇവിടെ നല്ല സൗണ്ടാണ്. ഇതോടെ പള്ളി, റെസ്റ്റ് റൂമൊക്കെ അതിനുള്ളിലാട്ടോ. ഇവിടെ ഫുള്ള് ബസ്സുകൾ, ആളുകളൊക്കെ എല്ലാവരും യാത്രയിൽ നിസ്കരിക്കാൻ വേണ്ടി നിർത്തുന്ന സ്ഥലമാണ്. അത് പമ്പാണ്. ഫുള്ള് വണ്ടികൾ ഇപ്പോൾ നിർത്തിയതാണ് സുബൈക്ക്. നമ്മൾ ബ്രഷ് ചെയ്യട്ടെ ഏട്ടാ. എന്ത് തണുപ്പാ. അങ്ങനെ ഞങ്ങൾ നിസ്കരിച്ചൊക്കെ കഴിഞ്ഞു. തണുപ്പാ, എവിടെ തണുപ്പേ അല്ല കേട്ടോ. അങ്ങനെ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇനി എല്ലാവരും വീണ്ടും ഉറക്കത്തിലാണ്. ഇനി നേരം വെളുത്തിട്ട് എന്തെങ്കിലും കാണിച്ചു തരാം കേട്ടോ. നേരം വെളുക്കട്ടെ. അങ്ങനെ മരുഭൂമിയിലെവിടെ ഞങ്ങൾ ഇങ്ങനെ മന്ദം പോയി. ഇങ്ങനെ ഞങ്ങളുടെ വണ്ടി വളരെ സ്ലോ ആണ്, 100-ലാണ് പോണത്. രാത്രി നല്ല ഇങ്ങനെ ക്യാമറയൊക്കെ നന്നായി രീതിയിൽ അടിക്കുന്നുണ്ട്. എന്ത് ഏതാവുന്നൊന്നും അറിയില്ല. നല്ല ട്രക്കുകൾ കാര്യങ്ങളും. മരുഭൂമി പറഞ്ഞാലും പോരാ, ഇങ്ങനെ ഒരു മരുഭൂമി പറഞ്ഞാൽ ഡെസേർട്ടല്ല ഇത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇതുമല്ല, ഒരു പച്ചപ്പഴൊക്കെ ഇടയിൽ ഇങ്ങനെ കണ്ടിട്ടാ. വെള്ളം നനയ്ക്കുന്നവിടെയൊക്കെ പച്ചപ്പുണ്ട്, ഇല്ലാത്ത അവിടെ ഒന്നും പച്ചപ്പില്ല കേട്ടോ. ഈ ടൗൺഷിപ്പിൽ മാത്രമേ ഈ വെള്ളം ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. അതുകൊണ്ട് ടൗൺഷിപ്പുകളിലൊക്കെ കുറച്ച് പച്ചപ്പുകളുണ്ട്. അതിൽ തന്നെ ബാക്കിയുള്ളവിടെയൊക്കെ മരുഭൂമി തന്നെ, ശരിക്കും ഒട്ടകം. അതിൽ തന്നെ വേറെ പാലത്തേക്കിൽ നമ്മൾ വേറെ റോഡിലേക്ക് എക്സിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഈ പാലം കയറി എക്സിറ്റ് ആകാൻ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് പച്ചപ്പ്. ഈ ടൗൺഷിപ്പിലൊക്കെ കുറച്ച് പച്ചപ്പുണ്ട്, അത് വിട്ടാൽ പിന്നെ പച്ചപ്പില്ല. നമ്മളപ്പോൾ വേഗം നമ്മൾ പോകുന്നത് തായിഫിൽ നിന്നാണ് നമ്മൾ ഇനി ഇറാൻ കെട്ടി അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ടൗണെത്തി. ഇവിടെ കുറേ ഷോപ്പുകളും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അമീർ വന്നിട്ടുണ്ടായിരുന്നു. ഫുഡ് വേണോ റൂം വേണോ എന്നൊക്കെ ചോദിച്ചു. നമ്മൾ ഓൾറെഡി ഫുഡ് റൂമൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ ഉള്ളവർക്ക്, ഈ വണ്ടി വരുന്നവർക്ക് ചിലപ്പോൾ റൂമൊന്നും അവർ എടുക്കില്ല. ഫ്രഷപ്പ് ആവാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടും. അതുകൊണ്ട് അവർക്ക് വേണ്ട. ഇതാ നോക്ക്, റിക്കവറി വണ്ടി നോക്ക്, WVയിലുണ്ട്. ഇവിടെ ബസ് അടക്കം തൂക്കിയിട്ടാണ് പോകുന്നത് കേട്ടോ. നമ്മൾ അണ്ടർ ലിഫ്റ്റിൽ തൂക്കിയിട്ടാണ് പോകുന്നത്. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ സെറ്റപ്പ് ഇല്ല. നമ്മളൊക്കെ ഇനി കൊണ്ടുവരും. ഇവിടെ പോയിട്ട് ഇനി റിക്കവറിൻ്റെ ഒക്കെ പഠിക്കണം, എന്നിട്ട് വേണം നമ്മൾ സെറ്റപ്പ് ആക്കാൻ. അങ്ങനെ നമ്മൾ പുണ്യഭൂമിയിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. മക്കത്തിന് മുന്നേ നമുക്ക് 4 മീക്കാത്തിലാണ് നമുക്കുള്ളത്. ഈ 4 മീക്കാത്ത് എന്താണെന്ന് ചോദിച്ചു പറഞ്ഞാൽ മക്കൻ്റെ ബോർഡർ കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് നമ്മൾ ഇറാൻ കെട്ടിയിട്ട് വേണം നമ്മൾക്ക് ഉമ്മർക്ക് പോകാൻ. അതാണ് മീക്കാത്തിൽ പറയുന്നത്. അങ്ങനെ 4 മീക്കാത്തിലാണ് നമുക്കുള്ളത്. നമുക്ക് ആയിഷപ്പള്ളി ഉണ്ട്, തായിഫ് ഉണ്ട്, അങ്ങനെ വേറെ 2 സ്ഥലം കൂടി ഉണ്ട്. ആ സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയില്ല, ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറന്നു പോയിട്ടോ. ഇതൊരു ടൗൺഷിപ്പാണ്. അതിൽ കുറച്ച് പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലൊക്കെ ഈ പർവ്വതങ്ങൾക്കൊക്കെ ചരിത്രം ഉണ്ടാവും പറയാൻ. അവരൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മളങ്ങനെ തായിഫ് ലക്ഷ്യമിട്ടാ പോയിക്കണ്. തായിഫ് എത്താനായിട്ടുണ്ട്. തായിഫിലെത്തിയ ഉസ്താദ് പറഞ്ഞിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ നടത്തണം, നിങ്ങൾ ഡിലേ ആക്കേണ്ട. അതുകൊണ്ട് ആർക്കിനെ എന്തെങ്കിലും സാധനം വാങ്ങാൻ വേണ്ടി ഇവിടെ നിർത്തി തരാൻ പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തായിഫിൽ ചായ കുടിക്കാനും സാധനങ്ങൾ വാങ്ങാൻ, ഉംറ തുണി കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. എല്ലാ ബസ്സുകളും നിർത്തുന്നുണ്ട്. ഇവർക്കൊക്കെ കമ്മീഷൻ കച്ചവടം ആയിരിക്കും, അറിയില്ല.
അങ്ങനെ ഞങ്ങൾ തായ്ഫിലെത്താനായിട്ടുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ നിന്ന് കയറിയതുകൊണ്ട് അവർക്ക് തോർത്ത് കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ്. സമയമില്ല. നമ്മുടെ ബസ് ഭയങ്കര സ്ലോവാണ്. ഊറ്റിയിട്ടതേ ഓനെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ടോ നമുക്ക് ഇറങ്ങണ അവിടെ ഒന്നും സമയമില്ല. 5 മിനിറ്റ് കയറി പോകണം. നമ്മുടെ തൊട്ടൊരു കാസർഗോഡായിരുന്നാട്ടാ. ഓനോട് സംസാരിച്ചിട്ട് അങ്ങനെ ആയിപ്പോയതാണ്. നിങ്ങളൊന്നും വിചാരിക്കരുത്. ഓന് പാവം അടിപൊളി ഹൗസ് ഡ്രൈവറാണ്. അതിനെ പരിചയപ്പെടുത്തി തരാട്ടാ. വേറെ എന്താ ശേഷം ആരും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. എല്ലാവരും വണ്ടി തന്നെയാണ്. നമ്മുടെ വണ്ടി ഇതാണ്. ഇവിടെ സാധനം എടുക്കുക, നേരെ പോവുക. ഇനി നേരെ ഇൻഷാല്ലാ നേരെ നമ്മൾ കുളിച്ച് ഫ്രഷായി ഈറാൻ കിട്ടി ഇവിടെ നേരെ മക്കലേക്ക് സെറ്റ്. ശരിക്കും ഉമ്മർക്ക് വരുന്നവർ നമ്മൾ അവിടെ നിന്ന് ഇത്രയും ലഗേജ് ഒന്ന് കെട്ടി വെച്ച് കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ നല്ല നല്ല ക്വാളിറ്റിയുള്ള സാധനം വില കുറവിൽ കിട്ടുന്നുണ്ട്. ഒക്കെ ഉസ്താവൊന്ന് ചീത്ത പറഞ്ഞല്ലാവരും സമയമില്ല ജുമയാണ് ഇന്ന്. സമയം 10 മണിയാകുമ്പോൾ റോഡ് ക്ലോസ് ചെയ്യും, പെട്ടെന്നാവും എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ജുമയും ഉമ്മറയാണ് ആദ്യം ചെയ്യുന്നത്. ഒരു ബന്നി വാങ്ങിയതാണ് രാവിലെ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചിട്ടേ അല്ല, ഇനി പോയിട്ടൊക്കെ വേണം ഭക്ഷണം കഴിക്കാൻ. ഒരു ബന്നി വാങ്ങിട്ട് രണ്ടാളുണ്ട്. അങ്ങനെ ഞങ്ങൾ തായ്ഫിലെത്തി. ഇവിടുന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ഇനി കുളിക്കാൻ വേണ്ടി പോകണം. ഇവിടുന്ന് കയറാൻ കിട്ടണം കേട്ടോ. എവിടെയാണ് എന്താണെന്നൊന്നും അറിയില്ല. ഉസ്താദ് കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് പോകണം. ഇത് രണ്ടും ഞങ്ങളുടെ ഒരേ ബസ്സുകളാണ് കേട്ടോ. ബസ് കാണാനൊക്കെ നല്ല മൊഞ്ചാണ്, പക്ഷെ അത്രക്കൊന്നും ക്വാളിറ്റി ഒന്നും ഇല്ല. നമ്മുടെ കേരളത്തിൽ ബസ്സിൻ്റെ അത്ര ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് നമ്മുടെ ബസ്സിനെ പറ്റുള്ളൂ. അവിടെ ഫുള്ള് ബസ്സുകളാണ്. ആളുകളൊക്കെ ഹീറാൻ കെട്ടി നിസ്കരിച്ചിട്ട് വന്നിട്ട് നിൽപ്പാണ് കേട്ടോ. ഞങ്ങൾ മലയാളികളെന്ന് പിന്നെ കണ്ടറിയാമല്ലോ, മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാവും മല്ലൂസാണെന്ന്. ഇവിടെ വന്ന എല്ലാ രാജ്യക്കാരും ഉണ്ടാവും കേട്ടോ. മലയാളി എന്നല്ല, ഇന്ത്യ. ഇവിടെ വന്നാൽ നമ്മൾ മലയാളി ആവില്ല, ഇന്ത്യ. ഇതാണ് തായ്ഫ് കേട്ടോ. ഇതാണ് തായ്ഫ്. കണ്ട റിയാക്ക് കണ്ട പക്ക നാട്ടുംപുറം. എന്താണ്ടാ ഉണ്ണിയേ കൊണ്ട് പോണത്. അങ്ങനെ ഞങ്ങൾ ഇതിനുള്ളിലോട്ട് കയറി. ഇവിടെ എവിടെയും ഉസ്താദ് പറഞ്ഞ ഇവിടെ കുളിക്കുന്ന സ്ഥലമുണ്ട്. നേരം കുളിക്കുക, ക്യൂ നിന്ന് കുളിക്കുക. പെട്ടെന്ന് ഞങ്ങൾ വരുമ്പോൾ തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കയറാൻ കിട്ടുന്ന തുണി സെപ്പറേറ്റ് ആക്കണം, ബാഗിലൊന്നും ലഗേജിലൊന്നും വെക്കരുത്. അത് ഞങ്ങളെല്ലാം ഹാൻഡ് ബാഗിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹാൻഡ് ബാഗ് എടുക്കുക, എല്ലാവരും പോവുക. ലേഡീസ് അപ്പുറത്ത്, ഞങ്ങളിപ്പുറത്ത്. ഞങ്ങൾ എല്ലാവരും പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഉസ്താദുണ്ട്, അവർക്ക് ആരുമില്ല. പാവം 2 സ്ത്രീകളാണ്. നമുക്ക് നമ്മുടെ നാട്ടിലത്തെ വേപ്പും മരം എന്ത് ഭംഗിയാണില്ലേ കാണാൻ. നല്ലൊരു തണലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരം കുളിക്കണം. ഇവിടെ ഒരുപാട് കുളിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ കുറേ ഉണ്ടാവും. ഉമ്ര തുണി കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കാൻ വേണ്ടി സെയിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കുട്ടികൾ ചെറിയ ചെറിയ കുട്ടികളെ കാണുന്നത്. ബെൽറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളവിടെ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ചെരുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനുള്ളിലാണ് കുളിക്കുന്ന സ്ഥലം. ഇവിടെ നിന്ന് അങ്ങ് കിടക്കുന്നുണ്ട്. 4 വർഷത്തെ ഇതേപോലത്തെ സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ വേഗം കുളിച്ച് ഫ്രഷ് ആയിട്ട് ഞാൻ പോരാം. ഞങ്ങളങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഈറാൻ തുണിയൊക്കെ കെട്ടി എല്ലാവരും പോന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഈറാൻ തുണിയാണ്. ഇപ്പോൾ കാണാൻ വെയിലാണ്, അതുകൊണ്ട് എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഇട്ടത്ത് പോയിട്ട് ഇനി സ്കേരിക്കണം കേട്ടോ. അവിടെ ഓപ്പോസിറ്റാണ് പള്ളിയിലോട്ട് പോകണം. അവിടെ എല്ലാവരും ഈറാൻ തുണി കെട്ടിയിട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ളിൽ ഇവിടെ ഈ മുകളിലൊക്കെ ആയിട്ട് പള്ളിയുണ്ട്. ഇവിടെ ഇനി സ്കരിക്കാൻ വേണ്ടിയിട്ട് ഒലു എടുക്കണം. ഇവിടെയൊക്കെ അവിടെ നിന്ന് ഒലു എടുത്തിട്ട് നേരെ പള്ളിയിൽ പോയി 2 സുന്നത്ത് സ്കരിച്ചിട്ട് വേണം ഇനി നമുക്ക് പോകാൻ. സമയമില്ല, ഞങ്ങൾ വളരെ ലേറ്റാണ്. നമ്മുടെ ബസ് ഓൾറെഡി ലേറ്റാണ്. ആൾ പതുക്കെ വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാം തന്നെ ജുമാക്കവിടെ കയറാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും വേഗം പോവുക. വെച്ച് നോക്കടാ അത്താ റിയ അവിടെ. നിസ്കാരം കഴിഞ്ഞ ആൾ ഇറങ്ങിയിട്ട പള്ളിയിൽ നിന്ന് വണ്ടിക്കുക വെച്ചതാ. വെയിൽ താങ്ങണില്ല, നല്ല ചൂടായി. കണ്ണാടി ഇട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല കേട്ടാ. അവരൊക്കെ ബാക്കിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉസ്താദിനെ പടയിൽ കണ്ടില്ലോ, നിസ്കരിക്കുമ്പോഴില്ലേ. പിന്നെ നേരെ ഞങ്ങൾ ബസ്സിലോട്ട് പോട്ടെട്ടാ. ബസ്സിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഇനി അവർ ചീത്ത പറയും ബസ്സിൽ പോയാ. അവരൊക്കെ നിസ്കരിച്ചു. ഞങ്ങളെല്ലാവരും നിസ്കരിച്ചിട്ട് വണ്ടീൻ്റെ അടുത്ത് വണ്ടിയൊക്കെ ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല. അയാൾ നല്ല കലിപ്പിലായിരുന്നു, എന്താക്കുമെന്ന് അറിയില്ല. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഹറമിലൊക്കെ ടാക്സി കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഹറം എന്ന് പറയേണ്ടത് എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെയാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ നിന്ന് ടാക്സി കിട്ടും, ഷെയർ ടാക്സിയും കിട്ടും, നമുക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ പിടിച്ചിട്ട് പോകട്ടെ. ഇവിടെ നിന്ന് ഏകദേശം 100 കിലോമീറ്ററോളം ഉണ്ട്. ഉസ്താദ് ഞങ്ങൾ ലേറ്റാണ്, അതുകൊണ്ട് എല്ലാവരും ചീത്ത പറയാണ്. അമീർ 1-2 പേരും കൂടി വരാനുണ്ട്, അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല.
ഇനി വേഗം ഉസ്താദ് നിയ്യത്ത് കാര്യങ്ങളൊക്കെ വെച്ച് വന്ന് നമ്മൾ ഇവിടുന്ന് നേരെ പള്ളിക്ക് പോകണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ നിയ്യത്ത് കാര്യങ്ങളൊക്കെ വെച്ചു. അങ്ങനെ ഞങ്ങൾ മക്കത്ത് പ്രവേശിക്കുകയാണ്. മക്ക ബൗണ്ടറി എത്തിയിട്ടുണ്ട്, മക്ക ടൗണ്. ഇപ്പോൾ ക്ലോക്ക് ടവർ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട് അമീർ. ക്ലോക്ക് ടവർ ഞങ്ങൾ നോക്കി, ഈ ഒരു മല കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തെ ക്ലോക്ക് ടവർ എന്ന് പറയുന്നത്. ഈ മലകൾക്കെല്ലാം ഒരുപാട് ചരിത്രങ്ങൾ പറയുന്ന നിമിഷങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്, അങ്ങോട്ട് ബസ് പോയില്ല, നടന്നു പോകണം. 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഉള്ളിൽ ക്ലോസ് ചെയ്യും, ഹറമിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല എന്നൊക്കെയാണ് ഉസ്താദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരുപാട് ലേറ്റായി. 10 മണിക്ക് നമ്മുടെ അവിടെയൊക്കെ 1:30 നിസ്കാരം 1:15 ആളുകൾ ഉള്ളിൽ കയറുക കേട്ടോ. ഇവിടെ അത് പറ്റില്ല. അതുകൊണ്ട് ഞങ്ങളിതാ സുബ്ഹാനല്ലാഹ് അങ്ങനെ വലിയൊരു ആഗ്രഹമായ മക്ക ക്ലോക്ക് ടവർ കണ്ടിരിക്കുകയാണ്. അതിൻ്റെ താഴെയാണ് നമ്മുടെ മക്ക സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് 360 ഭാഗത്തുനിന്ന് ഈ ഒരു ക്ലോക്ക് ടവർ കാണുന്നതാണ് ഉസ്താദ് പറഞ്ഞത്. എവിടെ പോകണമെങ്കിലും ഈ ക്ലോക്ക് ടവറൊക്കെ നമ്മൾ തിരിച്ചെത്തണം, അതാണ് നമ്മുടെ ഡയറക്ഷൻ. ഇതാണ് ലോകത്തിൻ്റെ സെൻറ്റർ എന്നൊക്കെ പറയുന്നത്, അതാണല്ലോ മക്ക. അപ്പോൾ ഉസ്താദ് പറഞ്ഞു ഞങ്ങൾക്ക് ഇനി എന്തായാലും ഇനി ബാക്കിയുള്ളത് ഉംറ കഴിഞ്ഞിട്ടൊക്കെ ഞങ്ങൾക്ക് വിശദമായിട്ട് വിവരങ്ങൾ അറിയാൻ പറ്റുള്ളൂ. ഉസ്താദ് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇറങ്ങി റൂമിലോട്ട് സാധനം വെക്കുക, വേഗം പള്ളിക്ക് നടക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്തു തരാൻ പറ്റില്ല. എനിക്ക് നിങ്ങളുടെ ഉംറ നല്ല രീതിയിൽ ചെയ്തു തരുന്നതാണ് ആഗ്രഹം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഉസ്താദിനോട് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് അമീർ ശരിക്കും നമ്മുടെ കണ്ണൂരുകാരനാണ് കേട്ടോ, അടിപൊളിയാണ്. ഉസ്താദ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഏകദേശം റൂം ലക്ഷ്യം വിട്ട് പോവുകയാണ്. ടൗൺ ഇപ്പം തന്നെ നല്ല റഷായി കണ്ട. മക്കത്തിൻ്റെ ഒരു എന്താ പറയുക, ജിന്നിപ്പള്ളീൻ്റെ ഭാഗത്താണ് ഞങ്ങളുടെ റൂം. അപ്പോൾ ജിന്നിപ്പള്ളീൻ്റെ സൈഡിൽ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ എന്താണ് നടക്കാനുണ്ടെന്ന് ഉസ്താദ് പറഞ്ഞത് കേട്ടോ. അതാ കാണുന്നതാണ് ജിന്നിപ്പള്ളി കേട്ടോ. ഈ കാണുന്ന ഇത് ജിന്നിപ്പള്ളിയാണ്. പണ്ട് ജിന്നുകൾ നിർമ്മിച്ച് അങ്ങനെ എന്തൊക്കെ ചരിത്രമുണ്ട്. ഞാനിപ്പോൾ ഇപ്പോൾ വന്നതുകൊണ്ട് വലിയ അറിവില്ല, അറിഞ്ഞിട്ട് നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം. ഈ കാണുന്ന അവിടെ നിന്ന് യൂ ടേൺ ചെയ്തിട്ട് ഇവിടെ എല്ലാം ഇതേപോലെ എല്ലാവരും ഉമ്ര ഡ്രസ്സിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കൂടുതൽ മോസ്റ്റ് ആൾക്കാരും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ക്ലോക്ക് ടവർ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു. ഇനി എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു ഹജ്ജ് ഉമ്രയൊക്കെ ചെയ്യാൻ. അതായത് ഒരു ഉമ്ര ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. നിങ്ങൾക്കും എല്ലാവർക്കും ആ ഒരു ഭാഗ്യം ലഭിക്കാൻ വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യും ഇവിടെ നിന്നിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഉമ്ര ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹ് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കട്ടെ എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു പ്രാർത്ഥന. എൻ്റെ എല്ലാ പ്രാർത്ഥനയിലും നിങ്ങളെല്ലാവരും ഉണ്ടാവും. അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയിലും എന്നെയും ഉൾപ്പെടുത്തണം കേട്ടോ. ഞങ്ങൾ റൂമെത്തി ഒന്ന് ഫ്രഷപ്പായി നേരെ ഞങ്ങളൊക്കെ ഉമ്ര കഴിഞ്ഞ് രാത്രി യാത്രയിലാണ്. എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. ബിൽഡിങ്ങിന്റെ ലൈറ്റ് നോക്ക്, ഇതാ മാന ഞാൻ ചന്ദ്രനാണ്, നോക്കുമ്പോൾ ലൈറ്റാണ്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി യാത്ര ചെയ്യേണ്ടത് വിശ്വാസകരിക്കാൻ പോകണം. ബുർജ് ഖലീഫ കാണില്ല നമ്മളെ. ഞങ്ങളുടെ റൂമിൽ നിന്ന് ഒരു 5 മിനിറ്റ് യാത്ര ചെയ്ത ഹറമിലെത്താന്നുള്ളൂ. ക്ലോക്ക് ടവർ ഇവിടെ നിന്ന് തന്നെ കാണുകൊണ്ടിരിക്കണോ. ക്ലോക്ക് ടവർ അതിനെന്താ പേര് പറയുന്ന അറിയില്ല. ക്ലോക്ക് ടവർ തന്നെ ആ ക്ലോക്ക് ടവറിൻ്റെ ചന്ദ്രക്കലൻ്റെ മുകളിൽ ഒരു ഷോപ്പിംഗ് മാള്, ഒരു പള്ളി, അങ്ങനെ എല്ലാം ഉണ്ട്. ഇത്ര എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടാ. ഇവരാരോ പറഞ്ഞെന്ന അറിവാണ്, ചന്ദ്രക്കലിൻ്റെ ഉള്ളിൽ മാളില്ല, പക്ഷെ ഒരു പള്ളിയും ഒരു ഓഫീസും അങ്ങനെ എന്തൊക്കെയുണ്ട്. അത് എല്ലാവർക്കും ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല, കുറച്ച് പേർക്ക് മാത്രമേ അതിനുള്ളിൽ പോകാൻ പറ്റുള്ളൂ. നമുക്ക് ക്ലോക്ക് ടവറിൻ്റെ മുകളിലേക്ക് 150 രൂപ ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ പോകാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് സിം എടുക്കണം. അപ്പോൾ സിം എടുത്ത് ഞങ്ങൾ ഇങ്ങനെ ഇഷാസ്കരിക്കാനും വേണ്ടി ഇതൊക്കെയാണ് സിം സെൻറ്ററുകൾ. ഫ്രീ സിം കിട്ടുമെന്നാണ് പറഞ്ഞു കേട്ടിട്ട്. അതാണ് ക്ലോക്ക് ടവർ. ഏകദേശം 10:45 നമ്മുടെ സമയം കേട്ടോ. നല്ല രീതിയിൽ തിരക്കുണ്ട് ഇവിടെ. കൂടുതൽ ലേഡീസാണ് ഇവിടെ സെയിൽ ചെയ്യാൻ വേണ്ടിയിരിക്കുന്നുണ്ട്. റോഡ് സൈഡ് ഫുള്ള് ഇതാണ് ഹറം. ഞങ്ങൾക്ക് ഇനിയും അതിൻ്റെ അടുത്ത് കാണുമ്പോൾ അടുത്ത് തന്നെ, പക്ഷേ ഏകദേശം ഇനി ഇവിടുന്ന് 1 കിലോമീറ്ററോളം നടക്കാനുണ്ട് കേട്ടോ. ഇതൊരു ഇതിൻ്റെ താഴെയാണ്. നല്ല രീതിയിൽ ക്രൗഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ബസ് അവിടെയാണ് ബസ് വന്ന് തിരിഞ്ഞു പോകുന്ന തോന്നുന്നു. ഇതൊരു ഐസ്ക്രീം വണ്ടിയാണ് കേട്ടോ അതിൽ നിൽക്കുന്നത്. ഇന്നോവ, നമ്മുടെ നാട്ടിലത്തെ ഇന്നോവ. നാട്ടിലത്തെ വണ്ടികൾ ഒരുപാട് കാണുന്നുണ്ട്. അവിടെ ഫുള്ള് ഈ കള്ള ടാക്സി കാര്യങ്ങളൊക്കെ കൂടുതലാട്ടോ. ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ ആയിഷപ്പള്ളി ഒന്ന് വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങളൊരു സിമ്മ്
ലക്ഷ്യം വിട്ട് പോവുകയാണ്. ഫ്രീ സിം കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. അല്ലാതെ അതെല്ലാം നോക്കാം. ഞങ്ങൾ പുറത്തിറങ്ങിയതാണ് സിം എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ബക്കാല കേട്ടാ ടൗണ് കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് ഇത് പള്ളിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ്. ഇത് അവിടെയാണ് പള്ളി, ക്ലോക്ക് ടവർ എന്നാ. ഞങ്ങളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു സിമ്മൊക്കെ എടുക്കാന്ന് വെച്ചാൽ ഏകദേശം 50 റിയാൽ 70 റിയാലൊക്കെയാണ്. നാട്ടിലത്തെ 2000 രൂപേൻ്റെ അടുത്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫ്രീ സിം എന്തെങ്കിലും കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാട്ടോ. നോക്കിയിട്ട് പറയാം. ഞങ്ങൾ കുറേ അന്വേഷിച്ചു. ഫ്രീ സിമ്മിൻ്റെ രക്ഷയൊന്നുമില്ല. ഞങ്ങൾ ഇനി രാവിലെയും കൂടി ഒന്ന് അന്വേഷിക്കട്ടെ വിചാരിച്ചു കേട്ടോ. ഇതാണ് ഫ്രീ സിമ്മിൻ്റെ സെൻറ്ററിൽ. എങ്ങനെ പോലെ 50 റിയാൽ പറയുന്നുണ്ട്. പക്ഷെ നാട്ടിലത്തെ പോലെ സോഷ്യൽ മീഡിയ അങ്ങനെ പറയുന്നത്. സോഷ്യൽ മീഡിയ പിന്നെ വിളിക്കാനുള്ള സൗകര്യം, അതാണ് അവർ പറയുന്നത്. 3 മിനിറ്റ് ഇതാണ് അവർ പറയുന്നത്. പോലീസ് വണ്ടി കാര്യങ്ങളൊക്കെ മുറേന്ന് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ. ഇതാണ് ഹറമിലോട്ട് എൻട്രി ആയി. ഇവിടെ ഫുള്ള് കൺസെഷനാണ്. നിങ്ങൾക്ക് അറിയാലോ, ഹറമത്തെ പണി കഴിഞ്ഞാൽ പിന്നെ മക്ക വേറെ ആൾക്ക് കൊടുക്കണം, അങ്ങനെ എന്തൊക്കെയാണ്. തുർക്കികൾക്ക് കൊടുക്കണം അങ്ങനെ എന്തൊക്കെയാണ്. അതുകൊണ്ട് 24 മണിക്കൂറും 365 ദിവസങ്ങളും ഹറമിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കും. അതിനൊരു ഒഴിവുമില്ല. ഫുൾ 24 hours വർക്കാണ് കേട്ടോ. ഫുള്ള് കൺസ്ട്രക്ഷൻ ചെയ്യാണ്ടിരിക്കുകയാണ്. ഇതിന് ചുറ്റും നല്ല പർവ്വതങ്ങളുണ്ടായിരുന്നു. ആ പർവ്വതങ്ങളെല്ലാം പൊളിച്ചു മാറ്റിയിട്ടാണ് ഈ ബിൽഡിങ്ങുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. എത്ര ബിൽഡിങ് വന്നാലും എത്ര ആൾ വന്നാലും ഇവിടെ യാതൊരു വിധ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും തന്നെയില്ല. ഇവിടെ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയണം. പക്ഷേ വാങ്ക് കൊടുത്തതിന് ഇവിടെയൊക്കെ ആളുകൾ അങ്ങനെ മുസല്ല വിരിച്ചിട്ട് വേഗം നിസ്കരിക്കട്ടോ. ടവർ നോക്കും, ടവറിൻ്റെ ഒക്കെ വലിപ്പം നോക്കും. ഫുള്ള് നോയ്സാണ് ഇവിടെ. കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ പിന്നെ പോയി നിസ്കരിക്കുക, കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുക്കുക, സംസം വെള്ളം കുടിക്കുക, എന്നിട്ട് നേരെ റൂമിലോട്ട് പോയി റെസ്റ്റ് എടുക്കുക. നാളെ രാവിലെ സുബൈക്ക് വീണ്ടും ഉംറക്ക് പോവുക. ആയിഷ പള്ളിക്ക് പോകുന്നുണ്ട്. ആയിഷ പള്ളി പോകണ അടുത്ത വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ആയിഷ പള്ളി പോയി എങ്ങനെയാണ് ഇറാൻ കെട്ടുക, എങ്ങനെയാണ് നിങ്ങൾക്ക് ഉംറ ചെയ്യാന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ തരും. ഇന്ന് ഞാൻ വെള്ളിയാഴ്ച ആയിരുന്നു, അതുകൊണ്ട് ഉംറ ചെയ്യണം. അതാണ് നമ്മുടെ പ്രാധാന്യം, ഉംറയാണല്ലോ. അപ്പോൾ അതിന് വീഡിയോ എടുത്തിട്ട് കൊളാക്കാൻ പാടില്ലല്ലോ പറഞ്ഞിട്ട് ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല. ഇന്ന് രാത്രി ഇഷാക്ക് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഇതൊക്കെ പറയുന്നത് കേട്ടോ. ഹറമിൻ്റെ അടുത്ത് എത്താനായിട്ടോ ഞങ്ങൾ. ബാക്കിൽ ക്ലോക്ക് ടവർ, ഈ വഴി കൂടെ ഞങ്ങൾ ഉണ്ടായത്. ഹറമിൽ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കട്ടോ. ഇവിടെ പണി പിന്നെ തീരില്ലല്ലോ. പണി തീർന്നാൽ പിന്നെ മക്കല്ല നാനെന്ന് പറഞ്ഞ് കേട്ടിരിക്കുന്നതിന്. ഇവിടെ എല്ലാം പർവ്വതങ്ങളിലൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കട്ടോ. രാത്രി നല്ല ചൂട് കാറ്റ്, പുഴുക്കല്ല ചൂട് കാറ്റ്. രാവിലെ പെണ്ണ് ചൂട്. ഇവിടെയൊക്കെ ഞങ്ങൾ രാവിലെ ചെരുപ്പില്ലാണ്ട് നടന്നിട്ട് കാലൊക്കെ പൊള്ളി. ചെരുപ്പ് ആള് മിസ്സായി, ചെരുപ്പ് ഒരാളായി പെട്ടു, അല്ലാത്ത ബുദ്ധിമുട്ടായി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെരുപ്പൊക്കെ അവരൊരു ഇൻഡിവിജ്വൽ വെക്കണേക്കും നല്ലത്, റൂം നോക്കി വെക്കണേക്കും നല്ലത് കേട്ടോ. ഏറ്റവും വലിയ ബെസ്റ്റ്. അവിടെ ബസ്സൊക്കെ നിൽക്കുന്നു. രാവിലെ ഞങ്ങൾ എവിടെയായിരുന്നു, കുറേ മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ടതാ. എവിടെ ആ കാണുന്ന പള്ളി ഉണ്ടോ? ആ കാണുന്ന പള്ളിയിൽ കുറേ മയ്യത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. 5 മയ്യത്തോളം ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ തന്നെ ജുമാ കഴിഞ്ഞിട്ട് മയ്യത്ത് നിസ്കാരമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ മെയിൻസ് ടോയ്ലറ്റ് എന്താണെന്ന് പറയുക, ഇതാണ് അബൂജാലിലെ വീട്. അബൂജാലിലെ ഒരു വീട് ഇപ്പോൾ ബാത്റൂമാണ് പറയില്ല, ഇതാണ് ബാത്റൂമിൻ്റെ ഉൾവശം കേട്ടോ. ഇവിടെയൊന്ന് കണ്ട് ഇന്ന് രാവിലെ വരുമ്പോൾ കുറേ മയ്യത്ത് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് സംസം. അബൂജാലിൻ്റെ നേരെ മുമ്പിലാണ് സംസം വാട്ടർ. നല്ല രീതിയിൽ ആളുകൾ വന്ന് എടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ. അവിടെ കുപ്പിയിലൊക്കെ ആക്കി. ഇവിടെ വേണമെങ്കിൽ സംസം വെള്ളം കൊണ്ടുപോയതിന് യാതൊരു വിധ സ്ട്രിക്റ്റ് കാര്യങ്ങളൊന്നുമില്ല. എത്ര മണി നമുക്ക് എടുക്കാം ഈ പുറത്തുനിന്ന്. പക്ഷെ മദീനത്ത് പോകണമെങ്കിൽ ഇതൊന്നും ഇല്ല കേട്ടോ. ക്ലോക്ക് ടവർ, മക്ക, ഹറം, ഇതിൻ്റെ 4 വശങ്ങളിൽ എങ്ങനെയൊക്കെയാണെന്നാണ് ഇതിൽ കാണിക്കുന്നത്. 4 വശങ്ങളുണ്ട്. എല്ലാ വർഷത്തിൽ കൂടി നമുക്ക് മക്കത്തേക്ക് ഉള്ളിലോട്ട് ഹറമിലേക്ക് എൻ്റർ ആവട്ടോ. പക്ഷേ ഇതിലൊന്ന് നോക്കി നമ്മൾ ഒരു വഴി എവിടെയെങ്കിലും പഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ തെറ്റിപ്പോകും, പിന്നെ ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ്, എൻ്റെ ഒരു അനുഭവം നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ, മക്കത്ത് വന്നതിന് എന്തായാലും നിങ്ങൾ സിം എടുക്കുക. 50 റിയാൽ നോക്കണ്ട, സിം എടുക്കുക. നമ്മൾ എത്രയോ ലക്ഷങ്ങൾ ചിലവാക്കിയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് സിം എടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ചെയ്യുക, കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യുക. ആരും അവരവൻ്റെ ഇഷ്ടത്തിന് പോകരുത്. പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അറിയാത്തവർ പെട്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ കിട്ടാൻ വളരെയധികം പ്രയാസമുണ്ട് കേട്ടോ. അത്രമാത്രം പ്രയാസങ്ങളുണ്ട്. വളരെ ലാൻഡ്സ്കേപ്പ് വളരെ വലുതാണ്. കഴിഞ്ഞാൽ കിട്ടില്ല. എന്താ പറയുക, നമുക്കൊരു മലയാളികളോ അല്ലെങ്കിൽ ഭാഷ അറിഞ്ഞാൽ മാത്രമേ ഇവിടെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അത് വേസ്റ്റിൽ കൊണ്ടുപോയി.
ഇതാണ് നമ്മൾ ആർമിയിൽ പോകണം. ഇതാണ് അബുജായിൽ. ഇത് ലേഡീസ് പോകണം കേട്ടോ. ലേഡീസ് മാത്രമേ ഇങ്ങോട്ട് പ്രവേശിക്കാൻ. ലേഡീസ് അല്ല, ഇത് രണ്ടും പോവാം. ഇതാണ് അബുജാലിൻ്റെ വീട്. ഇപ്പോൾ ബാത്റൂം ആക്കിയിരിക്കണം കേട്ടോ. ഇവിടെ നിന്ന് നടന്നു പോയിട്ട് വേണം നമുക്ക് നിസ്കരിക്കാൻ. ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ പുറത്ത് വരുന്ന പ്രയാസമാണ്. അപ്പോൾ ഞങ്ങൾ പുറത്ത് നിസ്കരിച്ചിട്ടാണ് ഉള്ളിലോട്ട് പ്രവേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇവിടെ നിസ്കരിക്കാണ്ട് പറഞ്ഞു. ഈ ഭാഗത്തു നിന്നാണ് എല്ലാവരും ഉംറ കഴിഞ്ഞ് പുറത്ത് വരുന്ന സഹി ഏരിയയാണ് ഈ ഏരിയ എക്സിറ്റ് ആവണത്. ഈ ഏരിയയിലാണ് മുടി മുറിക്കണ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് കുഞ്ഞു മക്കൾ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഇതാണ് മുടി മുറിക്കണ സ്ഥലം ഇവിടെയാണ്. ഇവിടെ 10 റിയാല് 15 റിയാലൊക്കെ കൊടുത്തതിന് മുടി മുട്ട അടിച്ച് തരും. ഇതിന് എന്താ പറയുക, ആ ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിൽ ഒരു 100 ബാർബർ ഷോപ്പ് മാത്രം ഉണ്ട് കേട്ടോ, മുടി വെട്ടാൻ വേണ്ടി മാത്രം. ഇവർ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ അവർ വിളിച്ചുകൊണ്ടിരിക്കും. എന്ത് ഭംഗിയാണില്ലേ. ഇതാണ് ഫുള്ള് ടൈൽസ് കാര്യങ്ങൾ. പിന്നെ വേറെ പ്രത്യേകത, ഈ താഴെ കാണുന്ന മാർബിൾസ് ഇല്ലേ, രാവിലെ പൊള്ളണ വെയിലത്ത് ഈ മാർബിളിൽ ചവിട്ടിയാൽ മാത്രം ചൂടുണ്ടാവില്ല. അതിൻ്റെ അപ്പുറത്ത് ചവിട്ടിയ കാലങ്ങനെ പൊള്ളം കുത്തും. എവിടെ കിടക്കണ അറിയോ, അക്കത്ത്. കിടക്കണത് എവിടെ വെക്ക? നീ നോക്കടാ. മേലെന്താ പ്രാവ് ഇറക്കല്ലേ? മാഷാ അല്ലാ, എത്ര ശ്രദ്ധിച്ചാലും വന്നെയാണ്. ബർക്കത്താണ്, ഏതിനാ ബർക്കത്തുണ്ടാകുന്നൊന്നും പറഞ്ഞു. ഇവര് തന്നല്ലേ? ഇരുന്നപ്പോൾ ഇവിടുന്ന് ആ ടീമുകൾ നമുക്ക് ഭക്ഷണം തന്നാട്ടോ. നല്ല റാട്ടായി. അതായില്ലേ, ഇഷ്ടായില്ലേ അത് തന്നപ്പോ? കഴിച്ച് ബിരിയാണി കഴിച്ച് ഒട്ടോ ബിരിയാണി കഴിച്ചിട്ട് വയറ് നിറഞ്ഞിരിക്കുകയാണ്. ഒട്ടോ ബിരിയാണി, ഞങ്ങൾ ഒട്ടോ ബിരിയാണി വാങ്ങി കൊടുത്തു. എങ്ങനെയുണ്ട് ഒട്ടോ ബിരിയാണി? എനിക്ക് ഒട്ടക ബിരിയാണി വേണം പറഞ്ഞിട്ട് ഞങ്ങൾ ഒട്ടക ബിരിയാണി വാങ്ങി കൊടുത്തു. അതെനിക്ക് പറ്റിയില്ല. അതിൽ ഒട്ടക ബാക്കില് ബാർബർ ഷോപ്പ് ആട്ടോ. ആ ബാക്കിലാണ് മുടി മുറിക്കണത്. ഉമ്മാക്ക് എന്താ ഉസ്മാൻ ചോദിക്കുന്നു? ഒരു കവർ അങ്ങനെ തന്നാണ് നമ്മളവിടെ ഇരിക്കണ കണ്ടിട്ട്. അതേപോലെ കാവ മുടി പറ്റുന്നത് ബാക്കിൽ ഇത് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്ത് കഴിച്ചുമാ? ആ ഒരു വെറൈറ്റി. ഉള്ളിൽ നമ്മൾ പോയില്ലല്ലോ. അതല്ല, ഒരു മലന്റെ മേലെ താഴേക്ക്. എവിടെ? ഈ മലയാണ്. അതൊന്നല്ല, ഫുള്ള് തള്ളു കേട്ടോ. ഏത് മല? ഏത് മല? മനസ്സിലായില്ല. ആ മലയിൽ നിന്നാണ് ബന്ധിച്ചിരിക്കുന്നത്. മറ്റേത് നമ്മള് സഫയും മറവല്ലേ ഇപ്പം പറയണത്? പുറത്തെത്തപ്പാ ആ മലയാണ് ഇതിലുള്ളത്. അത് ഉള്ളില് ഇപ്പം പുറത്തത്തെ ഈ മല അതാണ്. അല്ലല്ല, ആ മലന്റെ ഒരു ഭാഗമാണ് ഈ സഫ മറവ. ആ മല ഇതിക്ക് ബന്ധിപ്പിച്ച് എസൻസ് ആണ്. കഴിച്ചോ? ഇല്ല, നാട്ടിൽ 50 റുപ്യ. അതൊക്കെ പണ്ട് 15 കൊല്ലം മുമ്പ്. വാടറിച്ചോ? ഞങ്ങളങ്ങനെ റൂമിലെത്തി. റൂമിലെടുത്ത് ഫുഡ് കഴിച്ചോണ്ടിരിക്കും. ഫ്രഷായി റൂമിലെത്തി. ഇനി ഞങ്ങൾ ഉറങ്ങാൻ നോക്കണം. നാളെ രാവിലെ സുബൈക്ക് കാണാം കേട്ടോ. ചായ കുടിച്ചോണ്ടിരിക്കുക. കെറ്റിലൊക്കെ വാങ്ങി ഞങ്ങൾ ചായ വെക്കാൻ വേണ്ടിയിട്ട്. 3 ദിർഹംസ് ചായക്ക്. ആപ്പിളും ഉണ്ടായിട്ടുണ്ട്. കഴുകിയ
കഴിക്കാം. ആപ്പിള് നൈറ്റ് ഫ്രൂട്ട്. അല്ല എന്താ മധുരം. ഉപ്പത് മധുരം. എല്ലാ വീട്ടിലും കെട്ടിയില്ലേ ഇതൊന്നും ഞാൻ കൊണ്ടുപോകും. ഞാൻ കൊണ്ടുപോകും.